നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരം പള്ളിനട കോളനിയിൽ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അമിത വേഗതയിലെത്തിയ ബസ് കാറിലിടിച്ച അപകടത്തിൽ ആർക്കും പരുക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം പള്ളിനട കോളനിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിനട കോളനിയിലെ ചാണാശ്ശേരി വീട്ടിൽ 52 വയസ്സുള്ള ദിലീപ് കുമാറിനെയാണ് മതിലകം SI രമ്യ കാർത്തികേയനും സംഘവും അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദിലീപ് അയൽപക്കത്തെ വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം വെച്ചത് ചോദ്യം ചെയ്ത കാട്ടുപറമ്പിൽ ശരത്തിനെ തെർമോകോൾ മുറിക്കുന്ന ബ്ലേഡ് കൊണ്ട് ദിലീപ് ആക്രമിക്കുകയായിരുന്നു. കവിളിനും തോളിലും മുറിവ് പറ്റിയ ശരത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ദിലീപിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അമിത വേഗതയിലെത്തിയ ബസ് കാറിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അപകടം ഉണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശോഭാസ് ബസ് ദിശ തെറ്റിച്ച് മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെയും ബസിന്റെയും മുൻവശം തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബെന്നി, സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായ സ്ഥലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് മാറഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ പ്രധാന സെന്ററുകളിലൊന്നായ കൊപ്രക്കളം ദേശീയപാത വരുന്നതോടെ ഇരുവശത്തേക്കും കടക്കാൻ പ്രയാസമാകുമെന്നത് പ്രദേശത്തുകാരായ നൂറുകണക്കിന് ആളുകളെ ബാധിക്കും. ശക്തമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെന്റ് തലത്തിലും ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. പക്ഷേ ദേശീയപാത അതോറിറ്റി ഇതുവരെ അതിനൊരു ന്യായമായ തീരുമാനം, ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 രീതിയിലും കൂടി സമര പരിപാടിയുണ്ട്. അതുകൂടാതെ തന്നെ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇടമട്ടത്ത് നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഇടമട്ടത്ത് കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമരസമിതി കോടതിയെ സമീപിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മഹൽ കമ്മിറ്റികളും ചർച്ചും മറ്റെല്ലാ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളൊക്കെ കൂടിയിട്ട് സമരസമിതിയിൽ കൂടി പഞ്ചായത്ത് ദിവസം അടക്കമുള്ള സമരസമിതി കൂടി നമ്മൾ കോടതിയിലും അത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ അധികാരികളെ കണ്ണു തുറപ്പിക്കാനും ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്രയും ഏറ്റവും വലിയ കയ്പമംഗലത്ത് 100 കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെൻറ്റർ അന്യനും റോഡുകളുള്ളതും കടപ്പുറം മുതൽ മറ്റേ പുഴ വരെയുള്ള റോഡുള്ളതും അത്രയും ജനസഞ്ചാരമുള്ള ഒരു പ്രധാന പ്രദേശത്ത് അടിപ്പാത നിർബന്ധമായിട്ട് വരണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ധർണയിൽ പറ്റാവുന്ന ജനങ്ങളുണ്ടാവും. 10,000 പേരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കണക്കിലെടുത്താണ് അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി രംഗത്തെത്തിയത്. സ്കൂളിൻ്റെ ഭാഗത്ത് അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിക്വസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ അടിപ്പാത വരിക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരുപാട് സ്കൂളുകൾ ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളുകൾ 2 അവിടെ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനും ബസ് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കിഴക്കോട്ടുള്ള പാസേജ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എന്ത് തന്നെയായാലും അടിപ്പാത അത്യാവശ്യമാണ്. കഴിഞ്ഞ 8 മാസക്കാലമായി ഇതിനായി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ദേശീയപാത അധികൃതരുടെ ഭാഗത്ത് അനുഭാവപൂർണമായ മറുപടി ലഭിച്ചില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തെക്കുവടക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാനുള്ള പാതകൾ അടഞ്ഞു പോകുന്നത് വലിയ പ്രയാസകരമാണ്. കൊപ്രക്കളം സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ചന്ദ്രാപിന്നിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല മാർഗവും അത് തന്നെ. 9 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തൊട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് കുട്ടികളാണ് അതിൽ പഠിക്കുന്നത്. അതിന് പുറമെ ഭിന്നശേഷിക്കാർക്കുള്ള 2 വിദ്യാലയങ്ങളുണ്ട്. ആ 2 വിദ്യാലയങ്ങളിലായിട്ട് 100 കണക്കിന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുണ്ട്, മെൻ്റലി ചലഞ്ചഡായ വിദ്യാർത്ഥികളുണ്ട്.
അവരുടെ കാര്യമെല്ലാം പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. MP, MLA, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഹൈവേ അധികൃതർ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ലെന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. മതസംഘടനാ നേതാക്കളും മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഒന്നിച്ചു കൂടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒരു സമരസമിതി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയത്. 9 മാസമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈവേ അധികൃതർക്കും MLA, MP മുഖേനയൊക്കെ കൊടുത്തിട്ട്, അതുപോലെ കളക്ടർക്ക് കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് വരെ നമ്മൾ ഇതിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണെന്ന നിലക്ക് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെയാണ് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളും വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. E.T. ടൈസൺ MLA ധർണ ഉദ്ഘാടനം ചെയ്യും. സമരസമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശോഭന രവി, സമരസമിതി ജനറൽ ചന്ദ്രാപ്പി, ചിറക്കൽ, മഹൽ മജ്ലിസുന്നൂർ, SYS, SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ 8ാമത് മജ്ലിസുന്നൂർ വാർഷികവും 7ാമത്തെ ബൈത്തുന്നൂർ ഭവനം താക്കോൽദാനവും ഈ മാസം 10, 11 തീയതികളിൽ നടക്കും. ശനിയാഴ്ച രാത്രി 7 മണിക്ക് ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് MHM ഹാളിൽ നടക്കുന്ന മജ്ലിസിനൂർ ആത്മീയ സദസ്സിന് മുഹമ്മദ് ഷാക്കിർ റഹ്മാനി, മുബാറക് റഹ്മാനി എന്നിവർ നേതൃത്വം നൽകും. സയ്യിദ് ഇമ്പച്ചിക്കോയ തങ്ങൾ കൊടക്കാട് നിർധന കുടുംബത്തിനുള്ള ആധാര കൈമാറ്റവും ദുആ നേതൃത്വവും നിർവഹിക്കും. മൻസൂർ അലി ധാരിമി കാപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. ചന്ദ്രാപ്പിനി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ 8ാമത്തെ വാർഷികവും ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന 7ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റവും വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണ്. 2020 തുടക്കം വെച്ച ബൈത്തുന്നൂർ ഭവന പദ്ധതി ഇതിനടക്കം 6 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. 7ാമത്തെ വീടാണ് ഇപ്പോൾ താക്കോൽ കൈമാറ്റം ചെയ്യുവാൻ പോകുന്നത്. 600-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചു നൽകുന്ന ഒരേ വീടിനും 9 ലക്ഷത്തിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ഇതിനു കൂടെ 5ാമത്തെ കുടുംബത്തിന് 3 സെൻറ്റ് സ്ഥലവും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 വർഷം മുമ്പാണ് ഈ കുടുംബത്തിന് നമ്മൾ 3 സെൻറ്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞത്. ആ സ്ഥലത്താണ് ഇപ്പോൾ 7ാമത്തെ വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നത്. SKJM മതിലകം റേഞ്ച് സെക്രട്ടറി ജാഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പൊടിന്തറ അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി മുളവൂർ 7ാമത്തെ ബൈത്തുന്നൂറിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന മൗലീദ് പാരായണത്തിന് നജീബ് തങ്ങൾ ആന്ത്രോത്ത്, വി അലി അക്ബർ ഫൈസി എന്നിവർ നേതൃത്വം നൽകും. അബ്ദുസമദ് സഖാഫി, ജാബിർ സഖാഫി എന്നിവർ പങ്കെടുക്കും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഗ്രാന്റുകൾക്ക് പുറമെ സ്വന്തമായി പണലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 3 പീടികയിൽ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വരുമാനദായക ആസ്തി വർധനവും ലക്ഷ്യം വെച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമഗ്ര ആരോഗ്യ പദ്ധതിക്ക് പ്രത്യേകം ഊന്നൽ നൽകിയും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2024-25 ബജറ്റ് അവതരിപ്പിച്ചു. 3 പീടിക ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വരുമാനം നേരത്തെ ഉണ്ടായിരുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയി. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് നമ്മൾ വരവുകളൊക്കെ തന്നെ പുറകോട്ട് പോകുന്ന തനത് വരുമാനം പുറകോട്ട് പോകുന്ന സ്ഥിതിയാണ്. പക്ഷെ അതൊക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സേവന മേഖലയ്ക്ക് വിശിഷ്യ ഭവന നിർമ്മാണ മേഖല, സാമൂഹ്യ നീതി, ദുരന്ത നിവാരണം, ഹാപ്പിനെസ് പാർക്ക് എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിയും ഉൽപാദന മേഖലയിൽ പാരമ്പര്യ കാർഷിക വിളകൾക്കൊപ്പം നൂതന ആശയങ്ങളിലേക്കും വിപ്ലവാത്മകമായ കാർഷിക രീതികളിലേക്കും കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ഉദ്ദേശത്തോടെയും പശ്ചാത്തല മേഖലകളിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിലെ കുതിച്ചുചാട്ടത്തിന് അവസരം ഉതകുന്ന രീതിയിൽ മാർക്കറ്റ് കം കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ആരോഗ്യ മേഖലയിലെ പുതിയ ആശുപത്രി, അനുബന്ധ കെട്ടിട നിർമ്മാണം, സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത എന്നിവ ഉൾപ്പെട്ട ബൃഹത്തായ ഒരു ബഡ്ജറ്റാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തേക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ NK അബ്ദുൽ നാസർ അവതരിപ്പിച്ച ബജറ്റിൽ 57,39,33,389 രൂപ വരവും 56,87,47,234 രൂപ ചെലവും 51,86,155 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 3.5 കോടി രൂപ വരവും ചെലവും നടത്തുന്നു. ഉൽപാദന മേഖലയ്ക്ക് 1,20,24,425 രൂപയും സേവന മേഖലയ്ക്ക് 30,35,07,809 രൂപയും
പശ്ചാത്തല മേഖലയ്ക്ക് 25,32,15,000 രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ദുരന്ത നിവാരണം, കുടിവെള്ളം, വൈദ്യുതി, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി വികസനത്തിന്റെ സർവ്വമേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് 2024-25 ഈ ബജറ്റ്. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഹാപ്പിനെസ് പാർക്ക് പദ്ധതി പ്രകാരം കൊറ്റംകുളം സൗന്ദര്യവൽക്കരണം നടത്തി ആളുകൾക്ക് ഒന്നിച്ചു കൂടുന്നതിനും ആഘോഷവേളകൾ കൂടുതൽ സന്തോഷകരവും ആഹ്ലാദപൂർണവുമാക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. അതോടൊപ്പം തന്നെ ആറാട്ടുകടവ് തീരം അറിയപ്പെടുന്ന ഒരു വിനോദ സഞ്ചാര സ്പോട്ടാക്കി മാറ്റുന്ന ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂൾ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഹംസ YB പാടത്ത് അധ്യക്ഷത വഹിച്ചു. ഈ അക്കാദമി കൃത്യമായും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഏതാനും വ്യക്തികൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നാട്ടുകാരുടെ യാതൊരു സഹായങ്ങളില്ലാതെ ഇനിയും അത് ഒരുപാട് ഉയരേണ്ടതുണ്ട്. പ്രധാനമായും AUP സ്കൂൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. AUP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. അതും നമുക്ക് ഏറെ അഭിമാനകരമാണ്. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KR സാംബശിവൻ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം സാംസ ബി സലീം, സ്വാഗത സംഘം ജനറൽ കൺവീനർ K സാലി ലൂയിസ്, മീഡിയ കൺവീനർ MK സബീബ് എന്നിവർ സംസാരിച്ചു. 12 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ റെഡ്ലാൻഡ് വരന്തരപ്പള്ളി ജേതാക്കളായി. Ando Abhishek to sir. 24-17. നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എടത്തിരുത്തി 2ാം സ്ഥാനവും ഹീറോസ് വോളിബോൾ ക്ലബ്ബ് മതിലകം 3ാം സ്ഥാനവും തനോ ഫിലിംസ് കൊടുങ്ങല്ലൂർ 4ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ പാപ്പിനിവട്ടം AMUP സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ അധ്യക്ഷനായി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കളിക്കാരും കളിയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നമ്മളെ ഗ്രൗണ്ട് നിറയുമായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെ ഒരു വേദി അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു കളിക്കളം കൂടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ പുതിയകാവിൻ്റെ ചെറുപ്പക്കാരും എല്ലാവരും സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനവും കോച്ചിങ്ങും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്കൊരു കായിക സേനയെ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരങ്ങളായ അൻവർ ഹുസൈൻ, ഗോപിദാസ്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന വോളിബോൾ താരങ്ങളെ ആദരിച്ചു. ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കളിക്കളങ്ങളാണ്. അതിനുവേണ്ടി കാശ് ചെലവഴിക്ക് മാറ്റി കാണിക്കരുത്. അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പിന്നാലെയൊക്കെ കുട്ടികൾ പോകും. അത് നമ്മുടെ നാടിന് ഉപദ്രവമായി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് പറ്റാവുന്ന വിധത്തിലുള്ള ആളുകളൊക്കെ അതിനെ സഹായിച്ച് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ പറ്റാവുന്ന വിധത്തിൽ ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. ഇന്നത്തെ ബിസിനസ് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് കളിക്കളം തന്നെയാണ്. പക്ഷേ വോളിബോളിന് അത്രയ്ക്കും വന്നിട്ടില്ലെങ്കിലും വരും. അത് നാട്ടുകാരൊക്കെ ആയിട്ടാണ്, ഗവൺമെൻറ് ചെയ്തിട്ടൊന്നും വിജയിക്കൊന്നുമില്ല. നാട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ചെയ്യുന്നതാണ് ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് വളരാൻ ഏറ്റവും സഹായകമാകുന്നത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കളിക്കാരൻ്റെ വോളിബോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാൻ വരും എന്നുള്ളത് തീർച്ചയാണ്. നന്മയുണ്ടാകട്ടെ, വിജയമുണ്ടാകട്ടെ. ഇന്നത്തെ കപ്പ് നേടിയ ടീമേതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നമ്മളാൾക്കാർ തന്നെയാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. സെക്കൻഡ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തേർഡ് ക്രൈസ്റ്റ് ആണെന്ന് തോന്നല്ലേ. കയ്പമംഗലം ബീച്ച് അയിരൂർ അയ്യാറട്ട് വള്ളത്തിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സുബീഷ് മോൻ, സജീവൻ സ്വാമി എന്നിവർ ചേർന്ന് അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 22 വർഷമായി അയ്യാറട്ട് വള്ളക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്കും അരി വിതരണം നടത്തിവരുന്നുണ്ട്. 22 വർഷമായിട്ട് ഇത്രയും വിപുലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി ഒരു മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നതാണ്. ഇതിലൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കാലം നിലനിർത്തിയതിന് ഈ അയ്യാട്ട് വള്ളത്തിലെ മുഴുവൻ പേര് അഭിനന്ദിക്കുക. ഇത് ഒരു കാലത്തും നിലക്കാതെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അരി ഇത്തവണ അത് എന്താ ചടങ്ങിനെത്തിയിട്ടുള്ളത് നമ്മുടെ കടപ്പുറമായിട്ട് പ്രത്യേകമായൊരു ബന്ധം നിലനിർത്തുന്ന സുബീഷ് സാറാണ്. ഇവിടെ നിന്നുള്ള തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിൽ പോയപ്പോൾ അവരെ നയിച്ചത്, അവരോടൊപ്പം മുഴുവൻ സമയം നിന്ന് ആ കാര്യം നിർവഹിച്ചത് പ്രധാന പങ്ക് വഹിച്ചാണ്. ഈ വർഷം 1500-ൽ പരം കുടുംബങ്ങൾക്ക് 6 കിലോ അരി വീതമാണ് നൽകിയത്. കെ തമ്പി, BS ശക്തിധരൻ, PK വേലായുധൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. നാളികേര വികസന ബോർഡും പേകനം വെസ്റ്റ് കോക്കനട്ട് ഫാർമേഴ്സ് ക്ലസ്റ്ററും സംയുക്തമായി ജില്ലാതല കേര കർഷക സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. പെരിങ്ങനം വെസ്റ്റ് എലഗൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേര കർഷക സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KCPC ചെയർമാൻ സച്ചിൻ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. എന്നിരുന്നാലും നമ്മളോട് വളരെ ആത്മാർത്ഥമായി തന്നെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്കിന്നത് ഈ പദ്ധതി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലല്ല, ക്ലസ്റ്റർ എന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 വാർഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഏരിയയ്ക്കകത്ത് ഉൾക്കൊള്ളുന്ന കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൽ നമുക്ക് 319 കർഷകരാണ് നമുക്ക് അപേക്ഷ തന്നത്. അതിൽ ഏകദേശം 12,020ഓളം തെങ്ങുകൾ നമ്മൾ ഈ പദ്ധതിയുടെ കീഴിൽ വരും. ആ തെങ്ങുകൾക്കെല്ലാം ഏകദേശം 96-97 രൂപയുടെ വളമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. അതിൽ നമുക്ക് പലരും പറയുമ്പോൾ നമ്മൾ രാസവളം നമ്മൾ പ്രിഫർ ചെയ്യാൻ പാടില്ല. നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ ഒന്നിച്ച് സംസാരിച്ച് തീരുമാനം എടുത്തതാണ് രാസവളത്തിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പോരായ്മകളെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ രാസവളം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടെല്ലാം നമ്മൾ പറഞ്ഞു. കാരണം ഇന്ന് നമ്മൾ ജൈവവളം കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചാരം നമ്മൾ ഉപയോഗിക്കാറില്ല, കിട്ടാറില്ല. എല്ലാ വീട്ടിലും ഗ്യാസ് ഉറപ്പാണ്. ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്ത ഗൌഡ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജോസഫ് രാജ്കുമാർ ക്ലാസ് നയിച്ചു. പ്രമോദ് പി കുര്യൻ പദ്ധതി വിശദീകരണം നടത്തി. പണ്ട് ചെയ്തിരുന്നത് പോലെ വീണ്ടും LODP ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ FPO വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ? അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഈ വർഷം 2023-24 വർഷം നമ്മൾ വീണ്ടും കർഷകർക്ക് ഈ LODP സ്കീം തുടങ്ങുവാനായിട്ട് സാധിച്ചു. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അതേപോലെ ഇതിന് നിങ്ങളുടെ ഈ പ്രദേശത്ത് ഈ സ്കീം ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഓഫീസർ ദീപ്തിയും എല്ലാം അതിൽ വളരെ കാര്യമായിട്ട് അതിനു വേണ്ടുന്ന സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉഷ മേരി ഡാനിയൽ, മോളിൽ അനില മാത്യു, R ദീപ്തി, TM ജ്യോതിപ്രകാശ്, PA നാനു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരം പള്ളിനട കോളനിയിൽ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നുകുളം കാണിപ്പയ്യൂരിൽ അമിത വേഗതയിലെത്തിയ ബസ് കാറിലിടിച്ച അപകടത്തിൽ ആർക്കും പരുക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.